നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരൻ റാംബോ എന്ന റമീസ് റോഷൻ എക്സൈസിന്റെ പിടിയിൽ. ഒരു കേസിൽ വിധി പറയുന്നതിന്റെ തലേന്ന് ഒളിവിൽ പോയ റമീസ രാജസ്ഥാനിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇവിടെ നിന്നാണ് എക്സൈസ് സംഘം സാഹസികമായി പ്രതിയെ പിടികൂടിയത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വൻതോതിൽ മയക്കുമരുന്ന് വിപണനം ചെയ്യുന്ന റാംബോ എന്ന റമീസ് റോഷനെ രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ചാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായി ഒളിവിലായിരുന്ന റമീസ് റോഷൻ കോഴിക്കോട് പെരുമണ്ണ സ്വദേശിയാണ്. മഞ്ചേരി NDPS സ്പെഷ്യൽ കോടതിയുടെ വാറന്റ് പ്രകാരം അഡീഷണൽ എക്സൈസ് കമ്മീഷണർ രൂപം നൽകിയ പരപ്പനങ്ങാടി എക്സൈസ് ഇൻസ്പെക്ടർ KT ഷനൂജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റമീസ് റോഷനെ രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. 2 കൊമേഴ്ഷ്യൽ കേസുകളിൽ ഉൾപ്പെട്ട റമീസ് റോഷനെ 2020 ചേലേമ്പ്രിൽ നിന്ന് കണ്ടെടുത്ത കേസിൽ മഞ്ചേരി NDPS കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. 2020 മലപ്പുറം ചേലേമ്പ്രിൽ വെച്ച് NDPS കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അളവിൽ MDMA ക്രിസ്റ്റൽ, MDMA ഗുളികകൾ, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ്, LSDA സ്റ്റാമ്പുകൾ എന്നിവ കൈവശം വെച്ച് വിൽപ്പന നടത്തവെയാണ് റമീസ് റോഷനെ പിടികൂടിയത്. തുടർന്ന് വിചാരണ കാലയളവിൽ കോവിഡ് കാലഘട്ടത്തിൽ ജാമ്യം ലഭിച്ച ഇയാൾ ഇക്കാലയളവിൽ കോഴിക്കോട് ജില്ലയിൽ മറ്റൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസിൽ കൂടി പ്രതിയായി. എന്നാൽ ഈ കേസിൽ ഇയാളുടെ കൂട്ടാളി മാത്രമാണ് സംഭവ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് മലപ്പുറത്തെ കേസിൽ ശിക്ഷ ഉറപ്പായതോടെ വിധി പറയുന്നതിൻ്റെ തലേന്ന് ഇയാൾ ഒളിവിൽ തുടർന്നു. ഇയാൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് ശേഖരിച്ച വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൂടെ മയക്കുമരുന്ന് ഉപഭോക്താക്കൾക്ക് തത്സമയം ലഭ്യമായ MDMA, മെത്താഫിറ്റമിൻ, കഞ്ചാവ്, ഹാഷിഷ് എന്നിവയുടെ ഫോട്ടോകൾ അയച്ചു നൽകിയ ശേഷം ആവശ്യക്കാർക്ക് GPay, ഫോൺപേ മുഖേന പണം അയച്ചു നൽകിയാൽ കേരളത്തിൽ പ്രത്യേകിച്ചും കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ ഇയാൾ നിരവധി ചെറുപ്പക്കാരെ ഉപയോഗിച്ച് റോഡരികിൽ വിവിധ ലൊക്കേഷനിൽ മയക്കുമരുന്ന് വെച്ച് കറണ്ട് ലൊക്കേഷൻ, ഫോട്ടോ എന്നിവ ആവശ്യക്കാരന് നൽകി വ്യാപകമായി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായിരുന്നു റോഷന്റെ രീതി. റമീസ് റോഷനെ പിടികൂടുന്നതിനായി ഇയാൾ ഉപയോഗിച്ചിരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ ജയ്പൂരിലെ ലൊക്കേഷൻ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം, മലപ്പുറം എക്സൈസ് IB എന്നിവരുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാളെ രാജസ്ഥാനിലെ ജയ്പൂരിൽ അർഷദീപ് അപ്പാർട്ട്മെന്റിൽ നിന്ന് പിടികൂടാൻ കഴിഞ്ഞതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ KT ഷനൂജ് പറഞ്ഞു. പരപ്പന റേഞ്ച് രജിസ്റ്റർ ചെയ്ത 22/2020 പ്രതിയാണ് ഈ റമീസ് റോഷൻ. ആ കേസിൽ 2 പ്രതിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് റമീസ് റോഷൻ, ഒന്ന് ആഷിഫ് ഷെയ്ൻ. ഇവരുടെ കയ്യിൽ നിന്ന് അന്ന് കണ്ടെടുത്തത് കഞ്ചാവ്, MDMA, ആഷിഷ് ഓയിൽ, അതുപോലെ LSD പോലുള്ള മാരകമായ ലഹരി വസ്തുക്കളായിരുന്നു. അപ്പോൾ ഇത് അന്ന് വളരെ ഒരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസായിരുന്നു. ഈ കേസ് വിധി പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ പ്രതികൾ അബ്സ്കോണ്ടിങ് ആയി. പലതവണ അന്വേഷിച്ചതിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സെൻട്രൽ IBൻ്റെയും അതുപോലെ എക്സൈസിൻ്റെ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടെ ഇവരെ നമ്മൾ ട്രേസ് ചെയ്യും. രാജസ്ഥാനാണെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണർ ഒരു ടീമിനെ രൂപീകരിച്ചു. അതായത് എൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിൽ പ്രദീപ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ്, അതുപോലെ ദിദിൻ, അരുൺ എന്നിവരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ സാഹസികമായിട്ടും വളരെ ഇതായിട്ടാണ് ഇപ്പോൾ ഇവനെ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. മലപ്പുറം ചേലേമ്പ്രയിലെ കേസിൽ മഞ്ചേരി NDPS കോടതി ഇയാളുടെ കൂട്ടുപ്രതിക്ക് 21 വർഷം ശിക്ഷ വിധിച്ചിട്ടുള്ളതും ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയുമാണ്. ഒരാൾ കൂടി ഈ കേസിൽ ഒളിവിൽ തുടരുന്നുണ്ടെന്നും എക്സൈസ് ഇൻസ്പെക്ടർ KT ഷനൂജ് പറഞ്ഞു. ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ ചോമാരി, അരുൺ P. ദിദിൻ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.